ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നികിത. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ്, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലേക്ക്. ഞാൻ മാത്രമല്ല കേട്ടോ, 3 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും കാണുന്നത്. കാരണം 4 പേരും 4 സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. അപ്പോൾ ഞങ്ങളിതേ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്, കാരണം രാമായണ മാസമാണ്, പിന്നെ ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പറയായിരുന്നു. പിന്നെ ഇത് സൗമ്യയാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ശരിക്കും കാണുന്നത്, കാരണം 4 പേരും 4 ബോഗിയിലാണല്ലോ കയറിയത്. ഇത് ബബീഷ്മ, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളിതേ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം കേട്ടോ. കാരണം 9:42 തിരിച്ച് ട്രെയിനുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട്. നേരെ ഞങ്ങൾ തൊഴുതിറങ്ങി. 9 മണിക്ക് നട അടയ്ക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കയറി തൊഴുതു. പിന്നെ മംഗല്യപൂജ ഉള്ളതുകൊണ്ടാണ് കേട്ടോ 9. ഞങ്ങൾ 3 പേരുടെ പ്രാർത്ഥന കഴിച്ചിട്ടേ ഇവിടെ ഒരാൾ കണ്ടില്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പറയുന്നത് ഒരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും അതും കഴിഞ്ഞു. ബബി തേച്ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. വഴിപാട് കൊണ്ടുള്ള തിരക്ക് കണ്ടിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ എങ്ങനെയല്ലേ നമ്മൾ ആ സ്ഥലത്ത് പോകാതിരിക്കാം. നല്ല ഹരിതാപയും പച്ചപ്പയും ഒക്കെ നിറഞ്ഞ ആ സ്ഥലത്ത്. അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. തോടും പാടവും ആൽമരവും അടിപൊളിയാണ് കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും ഈ ഒരു കലാപരിപാടി ഉണ്ടാവും, റീൽസ്. സൗമ്യനോട് ഒരുപാട് പ്രാവശ്യം കെഞ്ചിയാണ് ഒരെണ്ണെങ്കിലും ആളെനിക്ക് എടുക്കുന്നത്. ഇത് ലാസ്റ്റ് ഇട്ടോന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ബബീനെടുത്തു, വിനിതി ചേച്ചീനെടുത്തു, എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ തിരിച്ച് പോവാണ്. ഫോട്ടോ എടുത്തും വീഡിയോസ് എടുത്തും ഒരുപാട് സമയം വൈകിട്ടോ. അപ്പോൾ വിനിതേച്ചി ഇങ്ങനെ വഴക്കറിയുന്നുണ്ട്, എത്ര നേരമായി നമ്മൾ ഫോട്ടോ എടുക്കുന്നു, ടൈമിനവിടെ എത്തണ്ടേ, നിനക്ക് പോകണ്ടേ, എനിക്ക് ക്ലാസ്സുള്ളത് കാരണം. അപ്പോൾ അമ്പലത്തിന് പുറത്തിറങ്ങി ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തു സ്റ്റാറ്റസ് ഇടാൻ. കുപ്പികൾ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് സ്റ്റെക്കായി കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫുൾ കമ്മൽ, എങ്ങനെ സ്റ്റെക്കാവാതിരിക്കും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. മസാല ദോശ ചോദിച്ചു, പക്ഷേ മസാല ദോശ കിട്ടിയില്ല. ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. പിന്നെ കഴിഞ്ഞ് എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ.